കേരളത്തിൽ ഈ വർഷം തുടക്കത്തിൽ തന്നെ വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒന്നാണ് ദീപകിന്റെ മരണം. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ജീവിതം തന്നെ നശിപ്പിച്ച് ആ കുടുംബത്തിന് നാഥനില്ലാതാക്കി എല്ലാം അച്ഛനും അമ്മയുമാണെന്ന് പറഞ്ഞ് ജീവിച്ചു കഴിഞ്ഞിരുന്ന ആ ഒരു വ്യക്തിയെ അവസാനം മരണത്തിലേക്ക് എത്തിച്ച് ഷിംജിത എന്ന യുവതിയെ കഴിഞ്ഞ മാസമാണ് പിടികൂടിയത്. ബന്ധുവീട്ടിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു ഷിംജിത. പിടികൂടിയിട്ടാവട്ടെ അത്രയുമധികം അഹങ്കാരമായിരുന്നു. എന്നിട്ടും കാരണം ഞാൻ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു, എന്റെ പേരിൽ യാതൊരു തെറ്റുമില്ല എന്ന് ആവർത്തിച്ച് പറയുകയായിരുന്നു ഷിംജിത. പക്ഷേ ഇപ്പോൾ ഷിംജിതയ്ക്ക് വലിയ തിരിച്ചടി തന്നെ വീണ്ടും വീണ്ടും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. റിമാൻഡിൽ കഴിഞ്ഞപ്പോൾ തന്നെ ജാമ്യത്തിന് വേണ്ടി ഷിംജിത ഒരിക്കൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കോടതി ഷിംജിതയ്ക്ക് ഒരു വിലയും നൽകിയില്ല എന്നതാണ് സത്യം. കാര്യം ആ വീഡിയോ കണ്ട കോടതിക്കും ബോധ്യമായി ആരുടെ പേരിലാണ് തെറ്റെന്ന്. പക്ഷേ റിമാൻഡിന്റെ കാലാവധി ഇന്ന് കഴിയുകയാണ്. ഇന്ന് ജാമ്യത്തോടെ വെളിയിലിറങ്ങാം, വീണ്ടും പഴയ രീതിയിലേക്ക് ജീവിതത്തിലേക്ക് കടക്കാം എന്നുള്ള ആഗ്രഹമാണ് ഇന്ന് ഇല്ലാതാവുന്നത്. റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനാൽ ഇന്ന് ജാമ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച ഷിംജിതയ്ക്കാവട്ടെ ഇന്നും ജാമ്യം ലഭിച്ചില്ല. ഇതുകൂടാതെ നാളെ ഷിംജിതയ്ക്ക് വേണ്ടി വീണ്ടും കസ്റ്റഡിയിലെടുക്കാൻ അപേക്ഷ നൽകും. അതുകൂടിയാവുമ്പോൾ വീണ്ടും ഷിംജിത അകത്തേക്ക് തന്നെ. ഒരു വ്യക്തിയുടെ മരണത്തിന് കാരണമായതിനു ശേഷവും ഇപ്പോഴും ജാമ്യത്തിലിറങ്ങി വിലസി നടക്കണമെന്നാണ് ഷിംജിത ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതിനെല്ലാത്തിനും അന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. മാത്രമല്ല 2 തവണയാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. അതുകൂടാതെ ഷിംജിതയ്ക്ക് എത്രയും വേഗം തന്നെ ശിക്ഷ ലഭിക്കണമെന്നുള്ള പ്രാർത്ഥനയിലാണ് ആ കുടുംബവും. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.